ഒരിക്കൽ ഭീകരതയുടെ ആൾരൂപമായി കൊടും കുറ്റവാളികളെ കൊണ്ടിട്ടുകൊണ്ടിരുന്ന പത്മോസ് ദ്വീപ് ഇന്ന് ജനങ്ങളുടെ ഉല്ലാസ കേന്ദ്രമായി മാറി. തികച്ചും വ്യത്യസ്തമായി തലയോട്ടികളും കഴുകന്മാരും കൊണ്ട് വിഷപ്പാമ്പുകളെയും കൊണ്ട് നിറയപ്പെട്ട പത്മോസ് ദ്വീപ് അതിൻ്റെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് ചെല്ലുമ്പോൾ ഇതൊരു ഉല്ലാസ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അന്നത്തെ ഏകാന്തതയുടെ അവസ്ഥയിൽ പത്മോസ് ദ്വീപിലായിരുന്നു കൊണ്ട് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം രചയിക്കുമ്പോൾ ഇതിൽ നിന്നുകൊണ്ട് ഒരു സത്യം തുറന്നു പറയാം. നമ്മൾ പ്രശ്നങ്ങളിൽ കൂടെ കടന്നില്ലുമ്പോഴാണ് കർത്താവിനെ നമുക്ക് മുഖാമുഖം കാണാൻ കഴിയുന്നത്. ഇന്ന് പത്മോസ് ദ്വീപ് സുഖവാസ കേന്ദ്രമായി മാറിയപ്പോൾ യോഹന്നാനുണ്ടായ വെളിപ്പാട് ആർക്കും ഉണ്ടാകുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നമുക്ക് കർത്താവിനെ മുഖാമുഖം കാണുന്നതായി ജീവിതത്തിൻ്റെ ദുർഘടഘട്ടങ്ങൾ അനുഗ്രഹമായി മാറ്റാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും.